എറണാകുളം പറവൂരിൽ വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് നേരത്തെയും ആശാബിന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇതിനുശേഷവും വട്ടിപ്പലിശക്കാർ 3 തവണ ഭീഷണിപ്പെടുത്തി. പോലീസിൽ പരാതിപ്പെട്ടതിനു ശേഷവും ഭീഷണി തുടർന്നുവെന്ന് ആശയുടെ ഭർത്താവ് ബെന്നി പറഞ്ഞു. 12-ാം തീയതിയാണ് ശരിക്കും ഞാൻ അറിയുന്നത്. 5 ലക്ഷം വെച്ച് 2 ഗഡുക്കളായിട്ടാണ് കിട്ടിയെന്നാണ് പറഞ്ഞത് എന്നോട്. ഒറ്റ ഇതല്ല കിട്ടിയത്. അതുപോലെ തന്നെ അവർക്കും അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. 5 ലക്ഷം വെച്ച് കൊടുത്ത് പലിശയും കൊടുത്തിട്ടുണ്ട്. ഈ 2-2.5 വർഷക്കാലം ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതിൻ്റെ പലിശയൊക്കെ 1,10,000 രൂപയോളം വെച്ച് കൊടുത്തെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞത്. ആശയ്ക്ക് പണം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന പ്രദീപ് കുമാർ വരാപ്പുഴ ഉരുട്ടിക്കൊലക്കേസിൽ കൈക്കൂലി വാങ്ങിയതിന് നടപടി നേരിട്ടയാൾ. ബിന്ദുവും ഭർത്താവും ഒളിവിൽ പോയി എന്ന് അയൽവാസികൾ പറയുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് ആശയുടെ ബന്ധു അനീഷ് പറഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവർ പുറത്തു വെച്ച് അന്ന് ഈ എന്താ പറയുക CI സ്റ്റേഷനിൽ ചെന്ന് അവർ ഒത്തുചാരണ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തു വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക അസഭ്യവാക്കുകളും കാര്യങ്ങളുടെ ഒക്കെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഒരൊറ്റ കാരണത്താലാണ് ചേച്ചി ജീവനെടുക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇനി ഇങ്ങനെ ഒരാൾക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ടോർച്ചറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അവസാന നിമിഷത്തിലാണ് ഓൾറെഡി ഒരു തവണ ആള് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് അന്ന് പിന്നെയും അവർ വന്നു. ആശാബെന്നിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. സൂര്യശ്രീ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂര്യ, ഈ വാങ്ങിയ പണം തിരിച്ചു കൊടുത്തു, പലിശയും കൊടുത്തു, എന്നിട്ടും നിരന്തരമായി ഭീഷണി തുടർന്നു. അതിൽ മനനൊന്താണ് ആത്മഹത്യ എന്നുള്ള ഗുരുതരമായ വിമർശനമാണ് ഇപ്പോൾ കുടുംബം ഉയർത്തുന്നത്. ഈ പരാതിയുമായി പോലീസിനെ സമീപിച്ചെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല. അവർ കാര്യങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് അവിടെ വെച്ച് നടത്തിയത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരമാണെങ്കിൽ ഈ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ കൈക്കൂലി വാങ്ങിയതിന് നടപടി നേരിട്ടയാളാണ് എന്ന വിവരം കൂടി പുറത്തുവരുന്നു. എന്താണ് സംഭവിക്കുന്നത് സൂര്യശ്രീ? റീജിത്ത്, പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഇന്നലെയാണ് പറവൂർ കോട്ടുപള്ളി സ്വദേശിയായ ആശാ ബിന്നി എന്ന വീട്ടമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. നിരന്തരമായി സാമ്പത്തിക തർക്കത്തെ തുടർന്ന് നിരന്തരമായി പലിശക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഈ ആരോപണം വിധേയനെന്ന് പറയുന്നത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപും ഇവരുടെ അയൽവാസിയായിരുന്നു പ്രദീപും ഭാര്യ ബിന്ദുവും. ഈ ബിന്ദു 2022 2 തവണയായി 5 ലക്ഷം രൂപ വീതം 2 തവണയായി 10 ലക്ഷം രൂപ ആശാ ബിന്നിക്ക് കടം നൽകിയിരുന്നു, പലിശയ്ക്ക് കടം നൽകിയിരുന്നു. ഈ തുക ആശ പലതവണയായി മുതലും പലിശയും ചേർത്ത് നൽകിയിട്ടും ഏകദേശം 24 ലക്ഷം രൂപ ഇനിയും നൽകാനുണ്ടെന്ന പേരിൽ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസം 11-ാം തീയതി ആശാ ബിന്നി ഒരു ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കുടുംബം അറിയുന്നത്. തുടർന്ന് പ്രദീപും, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപും ഭാര്യ ബിന്ദുവും ഇവരുടെ വീട്ടിലെത്തി നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നു. ഇതിനെ തുടർന്ന് ഈ കുടുംബം ഈ ആശയുടെ ആത്മഹത്യാശ്രമത്തിന് പിന്നാലെ കുടുംബം ഈ ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റൂറൽ SP-ക്ക് പരാതി നൽകുന്നു. പക്ഷേ സാമ്പത്തിക തർക്കമായതുകൊണ്ട് റൂറൽ SP ഈ പരാതി പറവൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ കുടുംബത്തോട് നിർദ്ദേശിക്കുന്നു. തുടർന്ന് പറവൂർ പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി അറിയിക്കുകയും തുടർന്ന് ഇവിടെ ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ഇവരെ ഇനി ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പോലീസ് ഇടപെട്ടിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതിനുശേഷവും 2 തവണ ഇവർ വീട്ടിലെത്തി. ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഭീഷണി ഉണ്ടായി. അതിനുശേഷം ഇവരുടെ ആശയുടെ വീട്ടിലെത്തിയും ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപും ഭാര്യ ബിന്ദുവും ഭീഷണിപ്പെടുത്തി എന്നാണ് ആശയുടെ കുടുംബം ആരോപിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നും ആശയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണ വിധേയനായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് 2018 വരാപ്പുഴ കസ്റ്റഡി കൊലപാതക കേസിൽ ആരോപണ വിധേയനാണ്. കൈക്കൂലി കേസിൽ പ്രതിയായിരുന്നു, റിമാൻഡിലായിരുന്നു ഇദ്ദേഹം. 15,000 രൂപ ഈ ശ്രീജിത്തിന്റെ ബന്ധുവിൽ നിന്ന്, കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന ശ്രീജിത്തിന്റെ ബന്ധുവിൽ നിന്ന് അന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ പ്രതിയാണ്. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികളൊക്കെ തന്നെ നിലവിൽ ഉണ്ടായിരുന്നുവെന്നാണ്. നിലവിൽ പ്രദീപും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപും ഭാര്യ ബിന്ദുവും ഒളിവിലാണ്. സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകുന്നത്. ആരോപണ വിധേയനായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും ഒളിവിലാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സമഗ്രമായ അന്വേഷണം വേണം എന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ നീക്കം.